കുഴപ്പമില്ലാത്ത ഡിവൈൻ മിറാക്കിൾ മലയാളം ടാരോ കാർഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഈ വ്യക്തിയെ, നിങ്ങളിപ്പോൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പേഴ്സണെ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് കണ്ടുമുട്ടിയിട്ടുള്ളത്, എന്താണ് നിങ്ങളുടെ ഈ ഒരു സോൾ കോൺട്രാക്റ്റ് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്നത് മാത്രം നിങ്ങൾ എടുത്താൽ മതി, ബാക്കിയുള്ളത് നിങ്ങൾ വിട്ടേക്കുക. അപ്പോൾ ഇതൊരു ജനറലസ് വീഡിയോയാണ്, മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസമൊന്നും ഇല്ല, ആർക്ക് വേണമെങ്കിലും കാണാം. കൂടാതെ ഇതൊരു ടൈംലെസ് വീഡിയോയാണ്, നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസണേറ്റ് ആയിരിക്കും. അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വ്യക്തി ആരാണോ ആ വ്യക്തിയെ നിങ്ങൾ മനസ്സിൽ കൊണ്ടുവന്ന് മെഡിറ്റേറ്റ് ചെയ്യുക. ആ വ്യക്തിയുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള മൊമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്തെടുക്കുക. പ്ലീസ് മെഡിറ്റേറ്റ്. ആ വ്യക്തിയുടെ പേര് നിങ്ങൾ പറയുക. ആ വ്യക്തി എന്തിനാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ളത്, എന്തിനാണ് പേഴ്സണെ നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുള്ളത്, എന്താണ് നിങ്ങൾ തമ്മിലുള്ള സോൾ കോൺട്രാക്റ്റ്. ആർക്കേഞ്ചൽ മിഖായേൽ, ആർക്കേഞ്ചൽ സാമുവേൽ, പ്ലീസ് ഗിവ് മീ ദ റൈറ്റ് ആൻസർ. ഇപ്പം നമ്മൾ റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് പേഴ്സണെ കണ്ടുമുട്ടിയിട്ടുള്ളത്, എന്താണ് നിങ്ങളുടെ സോൾ കോൺട്രാക്റ്റ്. മൈ സ്പിരിറ്റ് ഗൈഡ്, പ്ലീസ് ഗിവ് മീ ദ റൈറ്റ് ആൻസർ. ഇവിടെ 2 കാർഡ്സ് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് വൺ ദ ഫൂൾ എന്നുള്ളതാണ്. സെക്കൻഡ് വണ്ണായിട്ട് കിട്ടിയിരിക്കുന്നത് 8 ഓഫ് പെൻറ്റക്കിൾസ് എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ, അതായത് ഫ്രഷ് ആയിട്ടുള്ള സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പേഴ്സണെ നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുള്ളത്. അത് നിങ്ങളുടെ പ്രണയത്തിൻ്റെ കാര്യത്തിലാവാം, നിങ്ങൾ ഇതിനു മുമ്പ് ഒട്ടും എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു കാര്യമായിരിക്കാം ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വന്നതിന് ശേഷം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഒരിക്കലും നിങ്ങൾക്കത് കിട്ടിയിട്ടുണ്ടാവില്ല. അത്രമാത്രം റെയർ ആയിട്ടുള്ളതും അത്രമാത്രം സ്പെഷ്യൽ ആയിട്ടുള്ളതുമായിട്ടുള്ള ആ ഒരു പ്രണയമാണ് പേഴ്സണിലൂടെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു സ്നേഹമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അല്ലെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് ഈ പേഴ്സണെ കണ്ടുമുട്ടിയതിന് ശേഷമായിരിക്കാം. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് വിട്ടേക്കുക. ആ ഒരു പ്രണയം സ്റ്റാർട്ട് ചെയ്തപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ലൈഫ് ആയിരുന്നത് എന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. ഇനി നിങ്ങൾ വിചാരിച്ചിട്ടുള്ള പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടില്ല എങ്കിൽ ആ വ്യക്തി നിങ്ങളുടെ പ്രണയം എങ്ങനെയാണ് എന്ന കാര്യമാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. അത് എക്സ്പീരിയൻസ് ചെയ്യിക്കുക എന്നുള്ളതായിരിക്കാം ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതിൻ്റെ ലക്ഷ്യം തന്നെ. സെക്കൻഡ് കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത് 8 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ചില പേരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജോബിൽ അവരെ ഹെൽപ്പ് ചെയ്തുകൊണ്ടായിരിക്കും ഈ പേഴ്സൺ വന്നിട്ടുള്ളത്. അതായത് ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ സ്റ്റക്കായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ കൈ പിടിച്ചിട്ട് അവരെ ഉയർത്തിക്കൊണ്ട് വരികയായിരിക്കും അവരുടെ ലക്ഷ്യം. ഈ വ്യക്തി നിങ്ങൾ ഒരുപാട് ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുന്നൊരു പേഴ്സൺ ആയിരിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപക്ഷെ ജോബ് ഓപ്പർച്യൂണിറ്റീസൊക്കെ നൽകുന്നത് ഈ വ്യക്തിയായിരിക്കാം. നിങ്ങളെ അതിൽ ഗൈഡ് ചെയ്യുന്നത് പേഴ്സൺ ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു സഹപ്രവർത്തകരൊക്കെ നിങ്ങളുടെ അടുത്ത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന കാര്യം പോലും നിങ്ങൾ ഈ വ്യക്തിയുടെ അടുത്ത് പറയുന്നുണ്ടായിരിക്കാം. നിങ്ങളെ നേർവഴിക്ക് കാട്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന തുല്യമായിട്ടുള്ള ആ ഒരു ഗിവ് ആൻഡ് ടേക്ക് നിങ്ങൾക്ക് നൽകുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയായിരിക്കാം ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ എഫർട്ട് എടുക്കേണ്ടി വരുന്നു എന്നുള്ളത്. മറ്റുള്ളവർക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു റിലേഷൻഷിപ്പായിരിക്കാം നിങ്ങളുടേത്. തികച്ചും എലോണായിട്ട് നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ ഒരുപക്ഷെ നിങ്ങളെ ആ ഒരു ഏകാന്തത മാറ്റാനായിട്ടായിരിക്കും പേഴ്സൺ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഫൂൾ എന്ന് പറയുമ്പോൾ ഇത് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് പോലും അറിയാതെ പകുതിക്ക് വെച്ച് ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡായി പോകുമോ എന്ന് വരെ ഭയപ്പെട്ടിരുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കാം ഈ ഒരു പ്രണയം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക, ഒരു ഗ്യാരണ്ടി ഇല്ലാതെ. അതുപോലെ തന്നെ ഇവിടെ കിങ് ഓഫ് സ്പേഡ് എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ഈ പേഴ്സണോ നിങ്ങളോ എലോണായിട്ട് നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷനിലായിരിക്കാം ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ഒരു പക്ഷേ നിങ്ങളുടെ ചുറ്റും ഒരുപാട് പേരുണ്ടാവും, ആൾക്കൂട്ടത്തിൽ തനിയെ ആയിപ്പോയതുപോലെയുള്ളൊരു സിറ്റുവേഷൻ ആയിരിക്കാം നിങ്ങൾക്കുള്ളത്. നിങ്ങളെ കേൾക്കാൻ ആരും ഉണ്ടാവുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ കഴിഞ്ഞു പോയിട്ടുള്ള കാലഘട്ടത്തെ എക്സ്പീരിയൻസ് നിങ്ങൾ ഒറ്റയ്ക്കാക്കിയതായിരിക്കാം.
നിങ്ങളെ കേൾക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനോ ആരും ഉണ്ടാകാത്ത അല്ലെങ്കിൽ ആരും ഇല്ലാതിരുന്നൊരു കാലഘട്ടത്തിലാണ് ഈ പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ളത്. ഈ വ്യക്തി ഡോഗ്സിനെയൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ പെറ്റ്സിനെയൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള പേഴ്സൺ ആയിരിക്കാം. അവരുടെ അടുത്ത് ഒരുപാട് സ്നേഹം കാണിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും. ഒരു പക്ഷേ നിങ്ങൾക്കും പെറ്റ്സിന് ഒരുപാട് ഇഷ്ടമായിരിക്കാം. അവിടെ നിങ്ങൾ രണ്ടുപേരും ഹൃദയം കൊണ്ടല്ല സ്നേഹിക്കുന്നത്, വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുകയാണ്. ഹൃദയത്തിലെ സ്നേഹം ഒളിച്ചു വെക്കുകയാണ്. S5 വേർഡ്. ആ ഒരു റിയൽ ആയിട്ടുള്ള സ്നേഹം ആ വ്യക്തി നിങ്ങളോട് ചിലപ്പോൾ ഒരു പക്ഷേ കാണിക്കുന്നുണ്ടാവില്ല. ആ വ്യക്തിയുടെ ഹൃദയത്തിൽ യഥാർത്ഥത്തിലുള്ള സ്നേഹം ഉണ്ടായിരിക്കാം. ആ ഒരു പ്രണയം എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കാം നിങ്ങൾ. പക്ഷേ ആ വ്യക്തി ഒരു പക്ഷേ അതത്രയ്ക്ക് വ്യക്തമായിട്ട് നിങ്ങളോട് പറയുകയോ അല്ലെങ്കിൽ കാണിക്കുകയോ ചെയ്യുന്നുണ്ടാവില്ല. നിങ്ങൾക്കറിയാം ആ വ്യക്തിക്ക് നിങ്ങളെ ഇഷ്ടമാണെന്നുള്ളത്. പക്ഷേ അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ടാവില്ല, വളരെ ക്ലാരിറ്റി നിങ്ങൾക്ക് തരുന്നുണ്ടാവില്ല. അങ്ങനെ ചില കാര്യങ്ങൾ ഹൈഡ് ചെയ്യുന്നത് ഒരു പക്ഷേ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവർ അംഗീകരിക്കാത്തൊരു റിലേഷൻഷിപ്പാണ്, മറ്റുള്ളവരുടെ സപ്പോർട്ടില്ലാത്തൊരു റിലേഷൻഷിപ്പാണ് എന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഇത് ഏറെക്കാലം മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ള മിഥ്യാധാരണയായിരിക്കാം ആ പേഴ്സൺ ഉള്ളത്. ആ ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ ക്യൂൻ ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോൾ ആരുടെയും സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല. പക്ഷേ ഒരുപക്ഷെ നിങ്ങൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നത് ഒരുപക്ഷെ ഈ വ്യക്തി ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇമോഷണലി നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുകയും നിങ്ങളെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നത് കൊണ്ടായിരിക്കാം. നിങ്ങൾക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്, അതായത് ഈ വ്യക്തിയെ കണ്ടുമുട്ടിയ ആ ഒരു കാലഘട്ടത്തിൽ. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കാത്തതുപോലെ, ഈ വ്യക്തി ഉൾവലിയുന്നത് പോലെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം. അതായത് തുടക്കത്തിലുണ്ടായിട്ടുള്ള ആ ഒരു സ്നേഹം നിങ്ങൾക്ക് ഇല്ലാതെ ആയിത്തീരുന്നത് പോലെയുള്ളൊരു സിറ്റുവേഷൻസ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നിങ്ങൾ ചില കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ആ പേഴ്സൺ. അതിന് വേണ്ടിയിട്ടാണ് ആ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ളത്. നിങ്ങളെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന സിറ്റുവേഷനിൽ നിങ്ങളെ കൈപിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുവരെ കിട്ടാത്ത ആ ഒരു സ്നേഹം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ കാര്യങ്ങളെല്ലാം ആ വ്യക്തി പകർന്നു നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ടുപേരും ഒരേ എനർജിയിൽ ട്വിൻ ഫ്ലെയിം ജേണിയിലാണ്. ആദ്യത്തെ കാഴ്ചയിൽ ഒരുപാട് സ്നേഹം തന്നു, ഒരുപാട് പാഷനും ഒരുപാട് അട്രാക്ഷനും തോന്നി. അത് കഴിയുമ്പോൾ ഒരു സെപ്പറേഷൻ ഉണ്ട്. ആ ഒരു പീരീഡിലായിരിക്കാം നിങ്ങളുള്ളത്. എന്തുകൊണ്ടാണെന്നോ എന്തിനു വേണ്ടിയിട്ടാണെന്നോ അറിയാൻ വയ്യാത്തൊരു സിറ്റുവേഷൻ, അടുപ്പം കുറഞ്ഞു കുറഞ്ഞു വരുന്നൊരവസ്ഥ. ആ ഒരു സിറ്റുവേഷനിലായിരിക്കാം നിങ്ങൾ നിൽക്കുന്നത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അവേക്കനിങ് പീരീഡ് തുടങ്ങുകയാണ്. എല്ലാവരുടെയും ജീവിതത്തിൽ ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകും. അവേക്കനിങ് തുടങ്ങുകയാണ്, ലേണിങ്സ് നിങ്ങൾ തുടങ്ങുകയാണ്. രണ്ടുപേരും ഒരേ എനർജിയിലാണ്. രണ്ടുപേർക്കും ഫാമിലി സിറ്റുവേഷൻസ് അവരവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലും വ്യാപൃതരായിരിക്കാം നിങ്ങൾ. അതിലായിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അത് രണ്ടുപേരും ഒരേ സ്വഭാവക്കാർ, അതായത് അവനവൻ്റെ ആ ഒരു ആഗ്രഹങ്ങളെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് മറ്റുള്ളവരുടെ ആഗ്രഹങ്ങളെ സംരക്ഷിക്കുക, മറ്റുള്ളവർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക, അവരവരുടെ ഫാമിലിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. ആ ഒരു സ്വഭാവക്കാരായിരിക്കും രണ്ടുപേരും. ഒരുപക്ഷെ സെപ്പറേഷൻ പോലും അതിൻ്റെ ഒരു ബേസിലായിരിക്കാം. അതായത് കൂടെയുള്ളത് കാർമിക പാർട്ട്ണർ ആണെങ്കിലും അവരോട് കൂടുതലായിട്ട് ബഹുമാനം കാണിക്കുക. അവരെ ഒറ്റയ്ക്കാക്കിയിട്ടുള്ള സിറ്റുവേഷൻസ് ആയിരിക്കാം നിങ്ങൾക്ക് കൂടുതലുള്ളത്. നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അതായിരിക്കാം. പക്ഷേ എന്നാലും അവരുടെ അടുത്ത് ഒരുപാട് സ്നേഹം നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. ചിലപ്പോൾ ഈ ഒരു സെപ്പറേഷൻ വന്നിട്ടുള്ളത് ഇനിയും നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാകുമോ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ, അല്ലെങ്കിൽ ഭാവിയിൽ മറ്റുള്ളവർ ഇൻവോൾവഡ് ആയിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ ഇത് കണ്ടുപിടിച്ചിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് തകർന്നു പോകുമോ എന്നൊക്കെയുള്ളൊരു ഭയം നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. ഒരുപക്ഷെ ചിലപ്പോൾ സെപ്പറേഷൻ വന്നിട്ടുള്ളത് ചില പേർക്ക് ആ ഒരു സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ അത്രമാത്രം സൗഹൃദത്തിലായിട്ട് നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ ഒരുപക്ഷെ വേറൊരാൾ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നിട്ടും ഉണ്ടായിരിക്കാം. ചിലപ്പോൾ അവരുമായിട്ടും ഒരു സോൾ കോൺട്രാക്റ്റ് ഈ പേഴ്സൺ ഉണ്ടായിരിക്കാം. അത് ഒരുപക്ഷെ കാർമിക പാർട്ട്ണർ ആയിരിക്കാം. കാർമിക ഡെപ്റ്റ്സ് ആയിരിക്കാം അവിടെ പൂർത്തീകരിക്കേണ്ടത്. പക്ഷെ നിങ്ങളത് അറിയുന്നുണ്ടാവില്ല ആ പേഴ്സൺ. ഒരുപക്ഷെ നിങ്ങളെ തമ്മിൽ അകറ്റുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയായിരിക്കും ആ പേഴ്സൺ വന്നിട്ടുള്ളത്. ഇവിടെ മെച്യൂരിറ്റി എന്നാണ് കിട്ടിയിട്ടുള്ളത്. ഒരുപക്ഷെ ഒട്ടും പക്വമല്ലാത്ത നിങ്ങളുടെ ആ ഒരു ചിന്തകളെ കൂടുതൽ പാകമാക്കാൻ വേണ്ടിയിട്ട്, മെച്യൂർഡ് ആക്കാൻ വേണ്ടിയിട്ടായിരിക്കും പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നത്. അതായത്
നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ തന്നെ വേറൊരു വീക്ഷണകോണിലൂടെയായിരിക്കും കണ്ടുകൊണ്ടിരുന്നത്. നിങ്ങളുടെ ആ ഒരു ചിന്തകളും നിങ്ങളുടെ പ്രവൃത്തികളും ഒക്കെ ഇന്നത്തേതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിരിക്കാം. ചിലപ്പോൾ ഒരു ടൈം ടേബിൾ പോലെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിതമായിരിക്കാം നിങ്ങളുടേത്. അതിൽ അടുക്കും ചിട്ടയും അല്ലെങ്കിൽ കാര്യങ്ങൾ വിലയിരുത്തലും ഒക്കെ തന്നെ ഡിഫറെൻ്റ് ആയിട്ട് വന്നത് ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ളതായിരിക്കാം. കറേജ്, അതായത് നിങ്ങളുടെ മനസ്സെന്ന് പറയുന്നത് പാറ പോലെ, അതായത് അവിടെ ഒരു സ്നേഹത്തിൻ്റെയോ അല്ലെങ്കിൽ വേറൊന്നും ഒരു ഫീലിങ്സ് ഇല്ല. അതായത് തരിശു പോലെ ഇങ്ങനെ കിടക്കുകയാണ്. പക്ഷെ ഈ വ്യക്തി വന്നതിൽ പിന്നെ ആയിരിക്കാം നിങ്ങൾക്ക് മഴയെ ഇഷ്ടപ്പെടാൻ പറ്റിയിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങളെ പ്രോത്സാഹിപ്പിച്ച് നിങ്ങൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ളത്, നിങ്ങളെ തന്നെ മെച്ചപ്പെടുത്തിയിട്ടുള്ളത് ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വന്നതിന് ശേഷമായിരിക്കാം. അതായത് ഒരുപാട് നിങ്ങളെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം ഇത്. ഇവിടെ ആ ഒരു ജീവിതത്തെ പ്രതിസന്ധികൾ വന്നിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിലും നിങ്ങളുടെ ജീവിതത്തിലും രണ്ടുപേരുടെയും. അപ്പോൾ പരസ്പരം ഒഴുക്കിനൊത്ത് ആ ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്തുകൊണ്ട് എങ്ങനെ പോകാം, അല്ലെങ്കിൽ അങ്ങനെ പോകാൻ കഴിഞ്ഞത്, ജീവിതത്തെ അതിൻ്റേതായിട്ടുള്ളൊരു ഫ്ലോവിൽ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിച്ചത് ഒരുപക്ഷെ ഈ വ്യക്തിയുടെ സ്വാധീനം കൊണ്ടായിരിക്കാം. അടുത്തത് ആണ് റിബൽ, അതായത് നിങ്ങളെ ശക്തിപ്പെടുത്തുക, എന്തിനേയും പ്രതികരിക്കാനുള്ള ആ ഒരു കഴിവ് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലാണെങ്കിലും നിങ്ങളുടെ ഫാമിലി ലൈഫിലാണെങ്കിലും ഒക്കെ, നിങ്ങൾക്ക് ഒഫീഷ്യൽ ലൈഫിലാണെങ്കിലും നിങ്ങൾക്ക് ആ ഒരു കാര്യങ്ങൾ എങ്ങനെ ഡീൽ ചെയ്യാം, മറ്റുള്ളവരുടെ അടുത്ത് എങ്ങനെ സംസാരിക്കാം, മറ്റുള്ളവരുടെ കാര്യങ്ങൾ എങ്ങനെ പറഞ്ഞ് അവതരിപ്പിക്കാം, അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും ഒരുപക്ഷെ ഈ വ്യക്തിയിൽ നിന്നായിരിക്കും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവുക. അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ വ്യക്തി പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. ആ ഒരു സിറ്റുവേഷനും ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളെ ശക്തിപ്പെടുത്തുക, നിങ്ങളെ ധൈര്യപ്പെടുത്തുക, ആ ഒരു കാര്യം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാനും അത് പ്രാവർത്തികമാക്കാനും സാധിച്ചിട്ടുള്ളത് പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വന്നതിന് ശേഷമായിരിക്കാം. നിങ്ങളുടെ ജീവിതം തന്നെ മാറിയിട്ടുണ്ടായിരിക്കാം ഈ വ്യക്തി വന്നതിന് ശേഷം. അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു സിറ്റുവേഷൻസും നിങ്ങളുടെ ലൈഫിൽ ചേഞ്ച് ആയിട്ടുണ്ട്. ടോട്ടൽ ഒരു ട്രാൻസ്ഫോർമേഷൻ. യെസ്, ഇവിടെ ഐസൊലേഷൻ എന്നുള്ളൊരു കാർഡാണ് കിട്ടിയിട്ടുള്ളത്. അതായത് നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, പക്ഷെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒറ്റയ്ക്ക് എലോണായിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളെ കേൾക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാൻ ആരുമില്ലാത്തൊരു സിറ്റുവേഷനിൽ എന്നാൽ നിങ്ങൾക്ക് പറന്നു പോകണമെന്നുണ്ട്, ഇവിടെ നിന്ന് പറന്നു പോകണമെന്നുണ്ട്, സാധിക്കുന്നില്ല. അങ്ങനെ നിറമില്ലാത്ത ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങളെ മെച്ചപ്പെടുത്താനായിട്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് വരുന്നൊരു പേഴ്സണാണ്. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഈ വ്യക്തിയെ കണ്ടിട്ടില്ല എന്ന് വിചാരിക്കൂ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ കടന്നു വരികയാണ്, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന പേഴ്സൺ എങ്ങനെയായിരിക്കും, ആ വ്യക്തിയുമായിട്ടുള്ള സോൾ കോൺട്രാക്ട് എങ്ങനെയായിരിക്കും എന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങളെ അവിടെ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിന്ന് നിറം പകരാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു കംപ്ലീഷൻ എന്നൊരു കാർഡാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ ആ ഒരു ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കുക, നിങ്ങളെ നിങ്ങളാക്കി മാറ്റുക, ആ ഒരു കാര്യമാണ് ഇവിടെ നടക്കുന്നത്. കൂടുതലായിട്ടും നിങ്ങൾ എൻ്റെ ആയിപ്പോയി, ഇനി നിങ്ങൾക്ക് ഇങ്ങനെയൊരു റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ ഇങ്ങനെയൊരു പ്രണയമോ ഉണ്ടാവില്ല, നിങ്ങളുടെ ഏജ് കൂടുതലായി, അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്നിടത്തായിരിക്കാം ഒരുപക്ഷെ ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിട്ട് നിങ്ങൾ ഒരുപാട് ഇഷ്ടമാണെന്ന് പറയുന്നത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കാം നിങ്ങളുടെ ലൈഫിലേക്ക് ആ പേഴ്സൺ വരുന്നതും നിങ്ങൾ ആ ഒരു പ്രണയം തുടങ്ങുന്നതും. ഇവിടെ ഒരു വികാരങ്ങളും പ്രകടിപ്പിക്കാൻ പറ്റാതെ വളരെയധികം വിഷമിച്ച് നിൽക്കുന്ന ആ ഒരു കാലഘട്ടത്തിലൂടെ ഐസൊലേറ്റഡ് എന്നൊരു കാർഡ് അതാണ് സൂചിപ്പിക്കുന്നത്. അവിടെയാണ് നിങ്ങൾക്ക് പുതിയൊരു ജന്മം കിട്ടുന്നത്, പുതിയൊരു കാലഘട്ടത്തിലേക്ക് നിങ്ങൾ പോയിട്ടുള്ളത്, നിങ്ങളുടെ കൗമാരത്തിലേക്ക് നിങ്ങൾ പോയിട്ടുള്ളത് ആ ഒരു സിറ്റുവേഷനിലായിരിക്കാം. ഇനി എന്താണ് ഈ പേഴ്സണുമായിട്ടുള്ള നിങ്ങളുടെ സോൾ കോൺട്രാക്റ്റ് എന്നുള്ളത് നോക്കാൻ പോകുന്നത്. എന്താണ് ഈ വ്യക്തിയുമായിട്ടുള്ള നിങ്ങളുടെ സോൾ കോൺട്രാക്റ്റ്? ഇവിടെ ത്രോട്ട് ചക്ര എന്നുള്ളതാണ് കിട്ടിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഒരുപക്ഷെ കമ്മ്യൂണിക്കേഷനാണ് കൂടുതലായിട്ട് വരുന്നത്. എങ്ങനെയാണ് നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ മറ്റുള്ളവരോട് പറയുക, എങ്ങനെയാണ് പ്രതികരിക്കുക, എങ്ങനെയാണ് മറ്റൊരാളോട് സംസാരിക്കുക, ചിലപ്പോൾ അതുപോലും നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. അടിച്ചമർത്തപ്പെടുന്ന ഒരുപാട് സിറ്റുവേഷനിലൂടെ ആയിരിക്കാം നിങ്ങൾ കടന്നു പോയിട്ടുള്ളത്. നിങ്ങളുടെ കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾക്ക് പറയാൻ അറിയില്ലായിരിക്കാം. അതാണ് പേഴ്സൺ മെച്ചപ്പെടുത്തുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ശബ്ദം കൊണ്ട് ജോബ് ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാം, ഒരു കലാകാരനോ പാട്ടുകാരനോ ഒക്കെ ആയിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട്.
നിങ്ങളെ ഒരുപാട് മെച്ചപ്പെടുത്തിയിട്ടുള്ളത് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതിന് ശേഷമായിരിക്കാം. ആ പേഴ്സൺ ഒരു ടീച്ചറിനെ പോലെ നിങ്ങളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അതാണ് നിങ്ങൾ തമ്മിലുള്ള സോൾ കോൺട്രാക്റ്റ്. കുറേ ലേണിങ്സ്, പഠനം ഈ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുകയാണ്. ലവ് ബിഗിൻസ്. അതുപോലെ തന്നെ എങ്ങനെയാണ് പ്രണയം തുടങ്ങുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അൺകണ്ടീഷണൽ ആയിട്ടുള്ള പ്രണയം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, എന്താണ് അൺകണ്ടീഷണൽ ആയിട്ടുള്ള പ്രണയം, ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നത് പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതിന് ശേഷമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന തുല്യ പ്രാധാന്യമുള്ള ഒരു പ്രണയമാണ് ഈ വ്യക്തി വഴി നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതാണ് നിങ്ങൾ തമ്മിലുള്ള സോൾ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. കാരണം ഇവിടെ ട്രാൻസ്ഫോർമേഷൻ, കംപ്ലീറ്റ് ചേഞ്ച് ആവുകയാണ് നിങ്ങൾ. ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് മാറ്റം വരും. നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസിൽ തന്നെ മാറ്റം വരും. നിങ്ങളുടെ ജീവിത രീതിയിൽ മാറ്റം വരും. ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ വ്യക്തിയെ അല്ലാതെ മറ്റാരെയും കാണാൻ കഴിയാത്തൊരു സിറ്റുവേഷനും ഉണ്ടായിരിക്കാം. അതായത് നിങ്ങൾ ഉറക്കമുണരുമ്പോൾ മുതൽ നിങ്ങൾ ഉറങ്ങുന്നത് വരെ ആ വ്യക്തിയെ പറ്റിയായിരിക്കും കൂടുതൽ ചിന്തിക്കുന്നത്. ആ വ്യക്തിയല്ലാതെ ഒരു നിമിഷത്തേക്ക് പോലും നിങ്ങൾക്ക് വേറൊരാളെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കുന്നുണ്ടാവില്ല. ആ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ വേറെ ആർക്കും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടാവില്ല. അത് ആ വ്യക്തിക്ക് നിങ്ങൾ കൊടുക്കുന്നൊരു കോൺട്രാക്റ്റാണ്. കാരണം ആ വ്യക്തിയും ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട്. യഥാർത്ഥത്തിലുള്ള സ്നേഹം എങ്ങനെയായിരിക്കും എന്ന് ആ വ്യക്തി പഠിക്കുന്നത് നിങ്ങളിലൂടെയും ആയിരിക്കാം. അതുപോലെ തന്നെ എങ്ങനെയാണ് ഒരു ആത്മാർത്ഥമായിട്ടുള്ള പ്രണയം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു പേഴ്സണെ, അതായത് ഒരു പാർട്ട്ണറെ ഡീൽ ചെയ്യേണ്ടത്, എങ്ങനെ വിശ്വസ്തമായിരിക്കണം, ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളും ആ വ്യക്തിയെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചില കാര്യങ്ങൾക്ക് വഴികാട്ടിയായിട്ട് ഈ വ്യക്തി വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ചിലപ്പോൾ സ്റ്റക്കായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസിൽ ഇത് നുണയാണോ സത്യമാണോ എന്നറിയാൻ വയ്യാത്ത സിറ്റുവേഷനിൽ അത് സത്യം ഏതാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി, അല്ലെങ്കിൽ സത്യത്തെ പറഞ്ഞ് പഠിപ്പിച്ച് നിങ്ങളെ വഴികാട്ടിയായിട്ട് നിൽക്കുന്നതും ഈ പേഴ്സൺ ആയിരിക്കാം. അതുവഴി നിങ്ങൾക്ക് വിജയം ഉണ്ടാക്കി തരുന്നതും ഈ പേഴ്സൺ ആയിരിക്കാം. ഇവിടെ ഹാർട്ട് ചക്ര എന്നുള്ളതാണ് കിട്ടിയിട്ടുള്ളത്. പ്രണയത്തിൻ്റെ ചക്ര നിങ്ങൾക്ക് ബാലൻസ്ഡ് അല്ലാത്ത, അതായത് ഒരുപാട് ഇതിനു മുമ്പ് ഒന്നും യഥാർത്ഥത്തിലുള്ള പ്രണയം എക്സ്പീരിയൻസ് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ഒരുപക്ഷെ പ്രണയമാണ് എന്ന് പറഞ്ഞു വന്നതൊക്കെയും ചിലപ്പോൾ ഫോൾട്ടായിരിക്കാം. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങളുടെ ഹാർട്ട് ചക്രയെ ബാലൻസ്ഡ് ആക്കി, നിങ്ങളുടെ ഹാർട്ട് തുറന്ന് സ്നേഹം തന്ന് സ്നേഹം വാങ്ങിച്ച് ഈ വ്യക്തി നിങ്ങളെ ഒരുപാട് സന്തോഷിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. ഇവിടെ നിങ്ങളൊരു സെപ്പറേഷനിലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവേക്കനിങ് പീരീഡിലാണ്. ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആയിരിക്കാം അത്. അവിടെ നിന്നാണ് അവേക്കനിങ് പീരീഡ് തുടങ്ങുന്നത്. ചില ലേണിങ്സ് നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. നിങ്ങളെ സ്വയം ഹീലാകുന്ന ആ ഒരു പ്രോസസ്സ് ആരംഭിക്കുകയാണ്. അതുപോലെ തന്നെ ഒബ്സ്റ്റക്കിൾസ് ആൻഡ് ചലഞ്ചസ് എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ നിങ്ങളുടെ സിറ്റുവേഷനിൽ ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അകന്നു പോയിട്ടുണ്ടായിരിക്കാം. അതൊരുപാട് ഒബ്സ്റ്റക്കിൾസും ചലഞ്ചസും ഒക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തന്നുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അതുണ്ടായിട്ടുള്ളത് കൊണ്ടായിരിക്കും വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നത്. അപ്പോൾ അവിടെ ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അവിടെ പഠനത്തിലൂടെ നിങ്ങൾ കടന്നുപോയി നിങ്ങളെ ചേഞ്ച് ആക്കുക എന്ന പ്രോസസ്സാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിങ്ങളിപ്പോൾ സിറ്റുവേഷൻ എന്ന് പറയുന്ന കെട്ടപ്പെട്ടു പോയി നിൽക്കുന്ന സിറ്റുവേഷൻ, ആ വ്യക്തിയും നിങ്ങളുടെ അടുത്ത് ഒന്നും പറയുന്നില്ല, പണ്ടത്തെ പോലെ സംസാരിക്കുന്നില്ല. നിങ്ങൾക്ക് തോന്നുന്നത് ആ വ്യക്തി നിങ്ങളെ അവോയ്ഡ് ചെയ്യുകയാണെന്നുള്ളതാണ്. പക്ഷേ ആ വ്യക്തിയുടേതായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ഇവിടെ ഒരു അവേക്കനിങ് പീരീഡിലായതുകൊണ്ടാണ് ആ വ്യക്തിക്ക് കുറേ പ്രോബ്ലംസ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ സ്വയം ഹീലാകുന്ന ഒരു പ്രോസസ്സാണ് ഇനി ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ എന്തൊക്കെ സിറ്റുവേഷൻ ഉണ്ടെങ്കിലും പാഷൻ ഇഗ്നൈറ്റ്സ്. നിങ്ങളുടെ എത്ര കാലഘട്ടങ്ങൾ കഴിഞ്ഞാലും നിങ്ങളുടെ പ്രണയം അതുപോലെ തന്നെ അവിടെ ഉണ്ടാവും. അത് പാസ്റ്റ് ലൈഫിൽ നിന്ന് നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളതാണ്. ആ ഒരു പാഷൻ, അല്ലെങ്കിൽ ആ ഒരു പ്രണയം ആളിക്കത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഒരു പേഴ്സണെ കണ്ടുമുട്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. ആ ഒരു ട്വിൻ ഫ്ലെയിം ജേണിയാണ് ഇവിടെ ഒരു സ്പിരിച്വൽ റീയൂണിയനിലേക്ക് വരുന്നത്. അതാണ് നിങ്ങളുടെ ഹൃദയത്തിലുള്ളൊരു പ്രണയമാണ് ഇവിടെ ആളിക്കത്തുന്നത്. രണ്ടു പേർക്കും അങ്ങനെ തന്നെയായിരിക്കും. ഇവിടെ എക്സ് എന്ന് കിട്ടിയിട്ടുണ്ട്, ആർ എന്ന് കിട്ടിയിട്ടുണ്ട്. പേഴ്സണൽ ലെറ്റേഴ്സാണ്. എൽ എന്നാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. എസ് എന്ന് കിട്ടിയിട്ടുണ്ട്, കെ എന്ന് കിട്ടിയിട്ടുണ്ട്, ക്യൂ എന്ന് കിട്ടിയിട്ടുണ്ട്, ടി എന്ന് കിട്ടിയിട്ടുണ്ട്, ഡി, യു, ഒ എന്നാണ് കിട്ടിയിട്ടുള്ളത്,
എൻ എന്ന് കിട്ടിയിട്ടുണ്ട്, ബി എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ലെറ്റേഴ്സ്. ഇതിൽ ഒരു ലെറ്ററെങ്കിലും നിങ്ങളുടെ വ്യക്തിയുടേതായിട്ടുണ്ടോ എന്നുള്ളത് നോക്കിയാൽ മതി. സെപ്റ്റംബർ മന്ത്, നെക്സ്റ്റ് മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഫ്രണ്ട്സ്, ഫെബ്രുവരി മന്ത്. ഇവിടെ 13 നിങ്ങളുടെ ബർത്ത് ഡേറ്റ് ആവാം. ഏപ്രിൽ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ്, ബർത്ത് മന്ത് ആവാം. 23 12 എന്നൊരു ഡേറ്റ്. ആർക്കേഞ്ചൽ മിഖായിലിൻ്റെ സംരക്ഷണമുള്ള റിലേഷൻഷിപ്പാണിത്, അതെന്തായാലും ഉണ്ടാവും. ഇവിടെ പിങ്ക് കളറ്, കാപ്രിക്കോൺ, ബ്ലൂ കളറ്, 18 എന്നൊരു ഡേറ്റ്. ലവ്, ഒരുപാട് പ്രണയം ഈ പേഴ്സണുണ്ട്. നവംബർ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ്. ആർക്കേഞ്ചൽ സാൻഡൽ ഫോൺ, യെസ്. ആർക്കേഞ്ചൽ സാമുൽ, പ്രണയത്തിൻ്റെ. ആർക്കേഞ്ചൽ ഏരിയൽ, സാമ്പത്തികത്തിൻ്റെ, അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ജോബൊന്നും ഇല്ലാത്തൊരവസ്ഥയിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആർക്കേഞ്ചൽ ഏരിയലിനോട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. ഇവിടെ നമുക്ക് ബാംഗ്ലൂർ, പത്തനംതിട്ട, കോഴിക്കോട്, വയനാട്, തൃശ്ശൂർ, കണ്ണൂർ, കാസർഗോഡ്. അപ്പോൾ ഇത്രയും പ്ലേസസ് കിട്ടിയിട്ടുണ്ട്. അത് കിട്ടിയതുകൊണ്ട് അങ്ങ് എടുത്ത് വെച്ചെന്നേ ഉള്ളൂ. അപ്പം നമുക്കിനി കുറേ ഏഞ്ചൽസിൻ്റെ പേര്, നമുക്ക് ആർക്കേഞ്ചൽസ് ആണ് കിട്ടിയിട്ടുണ്ട്. അവരുടെ എല്ലാവരുടെയും ആ ഒരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ സപ്പോർട്ട് നിങ്ങൾക്കുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ സോൾ കോൺട്രാക്റ്റിന് വേണ്ടിയിട്ട് അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം, നിങ്ങൾ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവാം, നിങ്ങൾ അവരോടത്ത് ഹെൽപ്പ് ചോദിക്കുന്നുണ്ടായിരിക്കാം. ഇവിടെ എന്താണ് ആർക്കേഞ്ചൽസ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്നുള്ളത്, എന്താണ് അവർക്ക് നിങ്ങളോട് പറയാനുള്ളത്? ഇവിടെ ഇംപ്രൂവിങ് ഹെൽത്ത് എന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തെ ശ്രദ്ധിക്കുക. ഡോണ്ട് സ്റ്റോപ്പ്, നിങ്ങളൊന്നും നിർത്തണ്ട, ഭയപ്പെടുകയും വേണ്ട. ഡോണ്ട് സ്റ്റോപ്പ്. അഫർമേഷൻസ് പറയുന്നുണ്ട്, മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നും നിർത്തേണ്ട കാര്യമില്ല. എ ഇയർ ഫ്രം നൗ, ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം തന്നെ നടന്നു കിട്ടും. അപ്പോൾ നിങ്ങളുടെ ആ ഒരു അവേക്കനിങ് പീരീഡൊക്കെ മാറിയിട്ട്, അല്ലെങ്കിൽ അത് ചേഞ്ചായി ഒരുപക്ഷെ ആ പേഴ്സൺ നിങ്ങളിലേക്ക് ഒരു റീയൂണിയന് വേണ്ടിയിട്ട് വരുന്നതായിരിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക.